ഹായ് ഓൾ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യനെയറിനെ കുറിച്ചിട്ടായിരുന്നു. ടെക്നിക് ഓർ എ ഡിവൈസ് യൂസ്ഡ് ഇൻ സർവേ മെത്തേഡ് ഫോർ കളക്ടിങ് ഡാറ്റ. ഓക്കെ, ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഫോം ആയിരിക്കും. ആൻഡ് സർവേയിലൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ ഡിസൈനിങ് പ്രോസസ്സിന്റെ ടൈമിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റിംഗ് ക്വസ്റ്റ്യനെയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടന്റ്സ് ഓഫ് ക്വസ്റ്റ്യനെയർ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് സിമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സോ ഒരു ക്വസ്റ്റ്യനെയർ നിങ്ങളുടെ പ്രൊജക്റ്റ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഡിവൈസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയർ തന്നെയായിരിക്കും. സോ ക്വസ്റ്റ്യനെയർ മാർക്കറ്റിംഗ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ടോപ്പിക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ഒരു ക്വസ്റ്റ്യനെയർ വെച്ചിട്ടായിരിക്കും സ്റ്റഡി നടത്തുന്നുണ്ടാവുക അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഒരു ക്വസ്റ്റ്യനെയറിന്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് മെയിൻലി 3 ആയിട്ടാണ് അതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഇൻട്രൊഡക്ടറി പാർട്ട്, സെക്കൻഡ് വൺ ഇസ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനെയർ. സോ ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ നെയിം ഓഫ് ദ സർവേ, നിങ്ങൾ എന്ത് സർവേ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് സ്റ്റഡിയാണ് ചെയ്യുന്നത്, അതിന്റെ പേര്, അഡ്രസ് ഓഫ് ദ സർവേയർ, സീരിയൽ നമ്പർ ഓഫ് ദ കേസ്, പ്ലേസ്, അഡ്രസ് എക്സെട്ര ആർ ഗിവൺ ഇൻ ഡീറ്റെയിൽ ഇൻ ദ ഇൻട്രൊഡക്ടറി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനെയർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി എന്താണ്, പിന്നെ ഇന്റർവ്യൂവറിന്റെ അല്ലെങ്കിൽ സർവേ നടത്തുന്ന ആളുടെ അഡ്രസ്സ്, ദെൻ സീരിയൽ നമ്പർ ഓഫ് ദ കേസ്, പ്ലേസ്, അഡ്രസ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ, ഇത്രയാണ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ വരുന്നുണ്ടാവുക. നിങ്ങളുടെ ക്വസ്റ്റ്യനെയർ നിങ്ങളുടെ പ്രൊജക്റ്റിൽ അത്രയ്ക്കൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോ മെയിൻലി ഒരു ക്വസ്റ്റ്യനെയർ ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഇതാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ. The details regarding age, marital status, education, religion, political preference, size of the family, composition of the family and occupation, employment details, family income, socio-economic status, etc. are to be collected, are given in this section. So age, പിന്നെ സിംഗിൾ ആണോ മാരീഡ് ആണോ, അല്ലെങ്കിൽ ഒരാളുടെ എഡ്യൂക്കേഷൻ, റിലീജിയൻ കളക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു പാർട്ട്, പിന്നെ അതേമാതിരി ഇൻകം ലെവല്, എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ്, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യണം. സ്റ്റഡിയിൽ കളക്ട് ചെയ്യണമെങ്കിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ, അതായത് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനെയറിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഈ ഒരു വിഭാഗക്കാരൊക്കെ വരുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ ആണ് മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനെയർ. ഓക്കെ, ക്വസ്റ്റ്യനെയറിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താണോ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യേണ്ടത് അതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ടാവുക. ദ ഇൻഫോർമേഷൻ ടു ബി കളക്ടഡ് ഇസ് ഗിവൺ ഇൻ ദിസ് പാർട്ട്. ഇറ്റ് ഈസ് ആസ്ക്ഡ് ത്രൂ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിന്റെ ഫോമിലായിരിക്കും നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടാവുക. നാച്ചുറലി ഡെമോഗ്രാഫിക് ഡാറ്റ ഈസ് കളക്ടഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയറിന്റെ ബിഗിനിങ്ങിൽ തന്നെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ലൈക്ക് ഏജ്, ഫീമെയിൽ, മെയിൽ, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. It is important to ask only those background questions that are necessary. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. Do not ask income of the respondent unless there is at least some rationale for suspecting a variance across income levels. അതല്ലെങ്കിൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡിയിൽ ഇൻകം ലെവല് ആവശ്യമാണെങ്കിൽ മാത്രം എന്ത് ഇൻകം ലെവലൊക്കെ ചോദിച്ചാൽ മതി. അതേമാതിരി ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് കൂടുതൽ പേഴ്സണൽ ആവരുത്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രം നമ്മൾ കളക്ട് ചെയ്യാം. There is oftenly only a fine line between background and personal information. We can enter into the personal area if it is absolutely necessary. ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയയിലേക്ക് കിടക്കാൻ പാടുള്ളൂ. സോ ദീസ് ആർ ദ കണ്ടന്റ്സ് ഓഫ് ക്വസ്റ്റ്യനെയർ. ഇൻട്രൊഡക്ടറി പാർട്ട്, പിന്നെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ, മെയിൻ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനെയർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻലി ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ക്ലോസ് ആൻഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്ട്രക്ചർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും, ഓപ്പൺ ആൻഡ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ രണ്ട് രീതിയിലായിട്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോ എന്താണ് ക്ലോസ്ഡ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. സോ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ കോൾഡ് ആസ് ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ്. സ്ട്രക്ചർഡ് ക്വസ്റ്റ്യൻസ് അതല്ലെങ്കിൽ ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ്. ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ക്വസ്റ്റ്യൻസിൽ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് ക്ലോസ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. For these questions, the respondents are given a limited number of alternative responses. ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഓൾട്ടർനേറ്റീവ്, അതായത്
ഓപ്ഷൻസ് മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് മാത്രമാണ്, അല്ലെങ്കിൽ ഫ്രം ദിസ് റെസ്പോൺസസ് ദ റെസ്പോണ്ടന്റ് ഹാവ് ടു സെലക്ട് ദ വൺ മോസ്റ്റ് ക്ലോസ്ലി മാച്ചസ് ഹിസ് ഒപ്പീനിയൻ. റെസ്പോണ്ടന്റിന്റെ ഒപ്പീനിയനോട് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനോട് മാച്ച് ചെയ്തിട്ടുള്ള അതിൽ ഏതെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഹാസ് അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഗിവ്സ് ദ റെസ്പോണ്ടന്റ് വിത്ത് ആൻ ഈസി മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഹിസ് ആൻസർ. ഓൾറെഡി ഓപ്ഷൻസ് കൊടുത്തത് കാരണം തന്നെ എന്താണ് റെസ്പോണ്ടന്റിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ദ റെസ്പോണ്ടന്റ് ഡസ് നോട്ട് തിങ്ക് അബൌട്ട് ഹൗ ടു എക്സ്പ്രസ് ഹിസ് ആൻസർ. ഓൾറെഡി ഓപ്ഷൻസ് ഉണ്ട്. The respondent has to depend less on memory in answering a question because the option answer prompts the respondent. ഓൾറെഡി ഓപ്ഷൻ ഉള്ളത് കാരണം കൂടുതലായിട്ട് മെമ്മറീനെ ഡിപ്പെൻഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ഓർമ്മിച്ചെടുക്കുകയോ അങ്ങനെയൊന്നും ആവശ്യം ഇല്ല. Responses can be easily classified, so analysis can be straightforward. It permits the respondent to mention the answer group most appropriate for their purposes. സോ ഓൾറെഡി ഓപ്ഷൻസ് കൊടുക്കുന്നത് കാരണം തന്നെ എന്താണ് നമുക്ക് ആവശ്യമുള്ള പോലത്തെയുള്ള ഐറ്റംസ് തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് എന്താണ് നമ്മുടെ ആവശ്യമുള്ള ഒരു ആൻസർ ഗ്രൂപ്പ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അനാലിസിസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ എന്താണ് റെസ്പോണ്ടൻസിന് കൂടുതലായിട്ട് അവരുടെ മെമ്മറി പവർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഓപ്ഷൻസ് കിട്ടിയിട്ടുള്ളതാണ്, അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാൻ വേണ്ടു. ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ദേ ഡു നോട്ട് അലൗ ദ റെസ്പോണ്ടന്റ് ദ ഓപ്പർച്യൂണിറ്റി to give a different respondent to those suggested. സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്ഷൻസിൽ അല്ലാത്തതായിട്ടുള്ള ഒരു അവർക്ക് എന്താണ് വേറൊരു ഓപ്ഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻസിൽ ഇല്ലെങ്കിൽ അവർക്ക് അതിൽ ചൂസ് ചെയ്യാൻ വേറൊരു ഓപ്ഷനിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഒന്നും ഇതിലില്ല. ദേ ഹാവ് ടു ചൂസ് വൺ among these alternative. Okay, they can't choose another option that is not there in the questionnaire. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെയറിൽ ഓൾട്ടർനേറ്റീവ്സ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് മാത്രമാണ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ഓൾട്ടർനേറ്റീവിലേക്ക് പോവാനോ അല്ലെങ്കിൽ ചൂസ് ചെയ്യാനോ കഴിയില്ല. ദേ സജസ്റ്റ് ആൻസർ ദാറ്റ് റെസ്പോണ്ടന്റ് മേ നോട്ട് ഹാവ് കൺസിഡേർഡ് ബിഫോർ. സോ റെസ്പോണ്ടന്റിന്റെ മനസ്സിലുള്ള ഒരു എന്താണ് ആൻസർ പോലും അല്ലായിരിക്കും. സോ അങ്ങനത്തെയുള്ള ഓൾട്ടർനേറ്റീവ്സ് ആവും ചിലപ്പോൾ ക്വസ്റ്റിനെയറിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ആണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിൽ ഓൾട്ടർനേറ്റീവ്സ് ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. സംടൈംസ് ദി ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ഫ്രീ ആൻസർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദീസ് ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ഫ്രീ ആൻസർ ക്വസ്റ്റ്യൻ. ഫ്രീ ആൻസർ ക്വസ്റ്റ്യൻസ് എന്നും കൂടി ഇതിനെ വിളിക്കും, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിനെ. That means the respondent can answer this type of questions in his own words and at any length he chooses. ഇപ്പൊ നിങ്ങളുടെയൊക്കെ വൺ വേർഡ് അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, വാട്ട് ഈസ് യുവർ നെയിം അല്ലെങ്കിൽ വാട്ട് ഈസ് റിസർച്ച് എന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് ഷോർട്ട് ആൻസർ എഴുതാൻ പറയില്ലേ. സോ അങ്ങനത്തെയുള്ള ടൈപ്പിനെയാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനിൽ എന്താണോ റെസ്പോണ്ടൻസിന് തോന്നുന്നത് അത് അവർക്ക് അവിടെ വേർഡ്സ് ആയിട്ട് ടൈപ്പ് ചെയ്ത് വെക്കാം, എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും. ഹി ഈസ് ഫ്രീ ടു ആൻസർ സച്ച് ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ഹിസ് view. Okay, open-ended questions have a number of advantages. Advantages എന്തൊക്കെയാന്ന് നോക്കാം. They permit the respondent to answer the question in his own words with no influences by any specific alternative suggested by the researcher. Already alternatives ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. So what the respondent feel അത് മൊത്തമായിട്ട് അല്ലെങ്കിൽ അവരുടെ വ്യൂ മൊത്തമായിട്ട് അവർക്ക് അവിടെ കാണിക്കാൻ പറ്റും. They often disclose the issues which are most important to the respondent, and this may reveal findings which were not originally expected when the survey was commenced. Researcher already മുൻകൂട്ടി വിചാരിച്ചിട്ടുള്ള ഒരു ഫൈൻഡിങ്സിൽ നിന്ന് പുറമെ റെസ്പോണ്ടന്റിന്റെ ഒരു വ്യൂ പോയിന്റും കൂടി കിട്ടുന്ന സമയത്ത് എന്താണ് ആക്ച്വൽ ഫൈൻഡിങ്സിലേക്ക് അത് ലീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ഡിസ്ക്ലോസ് ചെയ്യാനൊക്കെ ഈ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഡീമെറിറ്റ്സ് ആയിട്ട് കുറച്ച് കൂടുതലുണ്ട്. റെസ്പോണ്ടൻസ് മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്രസ് ദെയർ റെസ്പോൺസ് പ്രോപ്പർലി ആൻഡ് ടു എക്സ്പ്ലെയിൻ ദെയർ ആറ്റിറ്റ്യൂഡ്സ് ഓർ മോട്ടിവേഷൻ. സോ ഒരു ഫുൾ ലെങ്തി ആയിട്ട് അല്ലെങ്കിൽ ഫുൾ വ്യൂ പോയിന്റ് എഴുതുക എന്ന് പറയുമ്പോൾ റെസ്പോണ്ടൻസിന് അത് ഡിഫിക്കൽട്ടാണ്. സംടൈംസ് ദ റെസ്പോണ്ടൻസ് മേ നോട്ട് ഗിവ് ഫുൾ ആൻസർ ബിക്കോസ് ദേ ഹാവ് ഫോർഗോട്ടൺ ടു ടോക്ക് അബൌട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. സോ ഫുൾ ആൻസർ അല്ലെങ്കിൽ മെമ്മറി യൂസ് ചെയ്യണ കേസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ഫുള്ളായിട്ട് നടക്കണം എന്ന് ഇല്ല, അല്ലെങ്കിൽ ഫുൾ ആൻസേഴ്സ് കിട്ടണം എന്നില്ല.
Data collected is in the form of word comments, so it has to be coded and reduced to manageable categories. So എന്താണ് ഈ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ നമ്മൾ ലെങ്തി ആയത് കാരണം തന്നെ വി ഹാവ് ടു കോഡ് ഇറ്റ് ആൻഡ് മാനേജബിൾ സൈസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് എ ലെങ്തി പ്രോസസ് ആൻഡ് ഡിഫിക്കൽട്ട് പ്രോസസ്. Respondents will tend to answer open questions in different dimensions. For example, question like വെൻ ഡിഡ് യു പർച്ചേസ് യുവർ ടെലിഫോൺ എന്ന് പറഞ്ഞതിന് പല ആൻസറുകൾ വരാൻ പറ്റും. ലൈക്ക് അറ്റ് ദ ടൈം ഓഫ് മാരേജ്, ഇൻ ദ ലാസ്റ്റ് ഇയർ, അങ്ങനെ പല ആൻസറുകൾ. ഇപ്പം നിങ്ങളുടെ അടുത്ത് തന്നെ ഡിഫൈൻ റിസർച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഡെഫിനേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ റിസർച്ചർക്ക് ആവശ്യമുള്ള ഒരു ആൻസർ തന്നെ കിട്ടണം എന്നില്ല. സോ ദിസ് ഇസ് എൻ example for open-ended questions, and these are the advantages and disadvantages or merits and demerits of open-ended questions. ഇനി വരുന്നതാണ് ഓപ്പൺ റെസ്പോൺസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതും കൂടി വരുന്നുണ്ട്. An open response option is a form of question which is both open-ended and includes specific response options as well. So it is open-ended ആണ്, അതേമാതിരി തന്നെ എന്താണ് ഓപ്ഷൻസും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഓപ്പൺ റെസ്പോൺസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നോക്കൂ. വാട്ട് ഫാക്ടർ യു വുഡ് കൺസിഡർ ടു ഗെറ്റ് പ്രൊമോഷൻ എന്നുള്ളതിന് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് അതൊരു ക്ലോസ് എൻഡഡ് പോലെയായി. ബട്ട് ഫിഫ്ത്ത് വൺ നോക്കൂ, അതർ മെൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാനുള്ള ഒരു സ്പേസും കൂടി കൊടുക്കുന്നുണ്ട്. സോ അത് ഓപ്പൺ എൻഡഡ് പോലെയായി. സോ ഓപ്പൺ എൻഡഡ് ആസ് വെൽ ആസ് ക്ലോസ് എൻഡഡിന്റെ ഒരു മിക്സ് പോലെ, അല്ലെങ്കിൽ ഓപ്ഷൻ പ്ലസ് വേർഡ്സ് എഴുതാനുള്ള ഒരു സ്പേസും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, അതിനാണ് ഓപ്പൺ റെസ്പോൺസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ നോൺ ആസ് ഓപ്പൺ റെസ്പോൺസ് ഓപ്ഷൻ. അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? റിസർച്ചർ ക്യാൻ അവോയ്ഡ് ദ പ്രോബബിൾ പ്രോബ്ലംസ് ഓഫ് പുവർ മെമ്മറി ഓർ പുവർ എക്സ്പ്രഷൻ. This type of question is able to prompt the respondents to consider the particular response option. Recording during interview is relatively straightforward ആയിരിക്കും. And only one drawback of this form of question is that it requires the researcher to have a good prior knowledge of the subject in order to generate pragmatic or likely response option before printing the questionnaire. So ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യണം എങ്കിൽ റിസർച്ചർക്ക് എന്തുണ്ടായിരിക്കണം? സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രയർ നോളജ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ ഇത്രയാണ് ദിസ് ആർ ദ സം ടൈപ്സ് ഓഫ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ടൈപ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ക്ലോസ് എൻഡഡ്, ഓപ്പൺ റെസ്പോൺസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി ക്വസ്റ്റ്യനെയറിന്റെ ഫോംസ് ആണ് പറയാൻ പോകുന്നത്. സോ മെയിൻലി 2 ആണ് വരുന്നത്. സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയറും നോൺ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയറും. Structured questionnaire എന്താണ് പറയുന്നത്? It contains definite, concrete and direct questions. The questions are prepared with exactly the same wording and in the same order to all respondents. A sort of standardization is adopted to ensure that all the respondents replied to the same set of questions. It is simple to administer. It is relatively inexpensive to analyze. So ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയറിനാണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഡെഫിനിറ്റ് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. എല്ലാ ഒരു റെസ്പോണ്ടൻസിനും സെയിം ഓർഡറിലും അതേമാതിരി സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും റെസ്പോണ്ടൻസിന് കിട്ടുന്നുണ്ടാവുക. So that is structured questionnaire. Non-structured questionnaire എന്ന് പറയുമ്പോൾ it may consist of partially completed questions or statements. It is സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ആവണമെന്നില്ല. ഫുള്ളി കംപ്ലീറ്റഡ് ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നെ ആ ഒരു ക്വസ്റ്റ്യനെയറിൽ ഉണ്ടാവണമെന്നില്ല. ഇറ്റ് ഈസ് ഓഫൻ യൂസ്ഡ് ആസ് ആൻ ഇന്റർവ്യൂ ഗൈഡ്. ഇനി നോൺ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയറിൽ വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ക്ലോസ്ഡ് ഫോം. The questions that call for a short check response are known as closed form. It provides for marking yes or no. Just മാർക്ക് ചെയ്ത് പോവുക. അതല്ലെങ്കിൽ എന്താണ് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും ആൻഡ് വി ഹാവ് ടു ചെക്ക് ദാറ്റ് ഐറ്റം. നമ്മുടെ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ചെക്ക് എൻ ഐറ്റം ഔട്ട് ഓഫ് എ ഗിവൺ ലിസ്റ്റ് ഓഫ് റെസ്പോൺസസ്. അതിനാണ് ക്ലോസ്ഡ് ഫോം എന്ന് പറയുന്നത്. ഓപ്പൺ ഫോം എന്ന് പറയുകയാണെങ്കിൽ ഓപ്പൺ എൻഡ് ഓർ അൺറെസ്ട്രിക്റ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെയർ. ഇറ്റ് കോൾസ് ഫോർ ഫ്രീ റെസ്പോൺസ് ഓഫ് ദ റെസ്പോണ്ടന്റ്. എഴുതുന്ന ടൈപ്പിനെ ഓപ്പൺ എൻഡഡ് പോലെ തന്നെ. ദാറ്റ് മീൻസ് ദ റെസ്പോണ്ടന്റ് ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻ ഇൻ എനി വേ ദേ ചൂസ്. നോ ക്ലൂസ് ആർ പ്രൊവൈഡഡ് ടു ആൻസർ. ഇറ്റ് probably provides a greater depth of response. It is difficult to interpret, tabulate and summarize. So close-ended questions അല്ലെങ്കിൽ closed form ആണെങ്കിൽ it's easy to
ടാബുലേറ്റ്. ബട്ട് വെറാസ് ഓപ്പൺ ഫോമിലാവുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വേർഡിനെയും നമ്മൾ കോഡ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അനലൈസ് ചെയ്യേണ്ടി വരും, ടാബുലേറ്റ് ചെയ്യേണ്ടി വരും, സമറൈസ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. മിക്സ്ഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് ആൻഡ് ഓപ്പൺ ടൈപ്പ്. ഓക്കെ, ഓപ്പൺ റെസ്പോൺസ് ഓപ്ഷൻ പോലെ ക്ലോസ് ആൻഡ് ഓപ്പൺ ടൈപ്പ് ക്വസ്റ്റ്യനെയർ രണ്ടും കൂടി വരുന്ന ഒരു മിക്സ് ആണ് മിക്സ്ഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. സോഷ്യൽ റിസർച്ചിലൊക്കെ ഇത് മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുന്നതാണ്. ഫാക്ട് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനെയർ ഫോർ കളക്ടിങ് ഫാക്ച്വൽ ഇൻഫോർമേഷനെയാണ് ഫാക്ട് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. Questionnaire of fact requires certain information of fact from the respondent. റെസ്പോണ്ടന്റിന്റെ കയ്യിൽ നിന്നും we collecting facts without any reference to his opinion or attitude about them. Next one ആണ് opinion questionnaires. Through this type of questionnaires, information's opinion, attitude or preference regarding some phenomenon is sought. So opinion questionnaire യൂസ് ചെയ്തുകൊണ്ട് we are collecting attitude അല്ലെങ്കിൽ preference അല്ലെങ്കിൽ opinion ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പിക്ടോറിയൽ ക്വസ്റ്റ്യനെയർ ആണ് ഇനി അടുത്തത് വരുന്നത്. ഇൻ ദിസ് കേസ് പിക്ചേഴ്സ് ആർ യൂസ് ടു ഗെറ്റ് ആൻസേഴ്സ്. സോ ഇവിടെ എന്താണ് റിസർച്ചർ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യുന്നത്. പിക്ടോറിയൽ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ആൻസേഴ്സ് എന്താണ് കളക്ട് ചെയ്യുന്നു. ഇറ്റ് വിൽ ഇൻസ്പയർ ദ റെസ്പോണ്ടന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് വൈഡ്ലി ഇൻ സ്റ്റഡീസ് വെദർ റെസ്പോണ്ടൻസ് ആർ ചിൽഡ്രൻ ഓർ ഇലിറ്ററേറ്റ് പേഴ്സൺസ്. സോ ചിൽഡ്രനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ഇലിറ്ററേറ്റ് പേഴ്സൺ, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്കാരിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അങ്ങനത്തെയുള്ള ആൾക്കാർക്കൊക്കെ പിക്ടോറിയൽ ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് നമുക്ക് എന്താണ് ഓരോ ഡാറ്റകൾ അവർക്ക് അങ്ങനെ പിക്ചേഴ്സ് കാണിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെയർ ഇസ് നോൺ ആസ് പിക്ടോറിയൽ ക്വസ്റ്റ്യനെയർ. സോ ഫോംസ് ഓഫ് ക്വസ്റ്റ്യനെയർ രണ്ട് രീതിയിലാണുള്ളത്, സ്ട്രക്ചേർഡ് ആൻഡ് നോൺ സ്ട്രക്ചേർഡ്. നോൺ സ്ട്രക്ചേർഡിലാണ് നമ്മൾ ഇത്രയും കണ്ടത്. ക്ലോസ്ഡ് ഫോം, ഓപ്പൺ ഫോം, മിക്സ്ഡ് ക്വസ്റ്റ്യനെയർ, ഫാക്ട് ക്വസ്റ്റ്യനെയർ, ഒപ്പീനിയൻ ക്വസ്റ്റ്യനെയർ, പിക്ടോറിയൽ ക്വസ്റ്റ്യനെയർ. സോ ഇന്നത്തെ ടോപ്പിക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൾ.